മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും കുരുക്ക്. കേസിൽ കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇഡിക്ക് ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ മാസങ്ങളേ ഉള്ളൂ ഡൽഹിയിൽ. അതിനിടെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നയിക്കേണ്ട, ആം ആദ്മി പാർട്ടിയെ നയിക്കേണ്ട കെജ്രിവാളിന് മേൽ വിചാരണ എന്ന സംഗതി കൂടി വരുന്നതല്ലേ? തീർച്ചയായും വിജയകുമാർ, ആം ആദ്മി പാർട്ടിയെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ അരവിന്ദ് കെജ്രിവാളിനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ നടപടി എന്നുള്ളത്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇ.ഡി. എന്നാൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ഡിസംബർ 5-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനായി തേടിയത്. ഈ ഒരു അപേക്ഷയിലാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന അനുമതി നൽകിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന അനുമതി നൽകിയിരിക്കുന്നത്. തുടർന്നുള്ള ഇഡിയുടെ നടപടികൾ അത് നിർണായകമായി മാറും. പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ തന്നെ മാസങ്ങൾക്കപ്പുറമുള്ള അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചരണം ആം ആദ്മി പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കെജ്രിവാളിനെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ ആം ആദ്മി ആരംഭിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ലഭിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ നടപടി എന്ന പ്രതികരണമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ.